الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹധരനായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞൊരു ഖുതുബയിൽ സത്യവിശ്വാസികളുടെ സ്വഭാവമല്ലാത്ത എന്നാൽ മനുഷ്യർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുസ്വഭാവത്തെ കുറിച്ച്, അള്ളാഹു നമുക്ക് നൽകിയ മുന്നറിയിപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതായത്, മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അവൻ തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ആയത്ത് അള്ളാഹു സമാപിപ്പിച്ചത് വക്കാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ ക്ഷമയില്ലാത്തവനാകുന്നു, ധൃതി കാട്ടുന്നവനാകുന്നു എന്ന ഒരു പരാമർശത്തിലൂടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത് അൽ അജലതു മിനശ് ശൈത്വാൻ, ധൃതി കാട്ടുക എന്നുള്ളത്, അക്ഷമത കാണിക്കുക എന്നുള്ളത് പൈശാചിക സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും ഊഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന പോലെ തന്നെ ഏതൊരു കാര്യത്തിലും അക്ഷമതയോടുകൂടി പെരുമാറുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെയും സമീപിക്കുമ്പോൾ നിർബന്ധമായും ഉണ്ടാകേണ്ട അവധാനതയും സാവകാശവും ഇല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അബദ്ധങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും ആകുമെന്നുള്ളത് നമുക്ക് പ്രദേശങ്ങൾ നടക്കുന്ന ഒരു മാതൃകാ വിശ്വാസി അവന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളിലും സാവകാശം, അല്ലെങ്കിൽ അവധാനത, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി ആയിരിക്കണം അവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരിക്കലും ധൃതി കാണിക്കുകയോ അക്ഷമത കാണിക്കുകയോ അല്ലെങ്കിൽ തിരക്ക് കാണിക്കുകയോ അത് വിശ്വാസിയുടെ സ്വഭാവമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിക്കുകയാണ്, അത്തഅന്നി മിനല്ലാഹി തആല അൽ അജലതു മിനശ് ശൈത്വാൻ, ധൃതി കാട്ടുക എന്നുള്ളത് പൈശാചിക സ്വഭാവമാണ് എന്ന് പഠിപ്പിച്ച ആ ഹദീസിന്റെ തുടർച്ചയായിട്ട്
വിശ്വാസമെ പഠിപ്പിച്ചത് അത്തഅന്നി മിനല്ലാഹ്, ക്ഷമ കാണിക്കുക എന്നുള്ളത്, സാവകാശം കാണിക്കുക എന്നുള്ളത്, അവധാനത കാണിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹമാണ് എന്നാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് മാതൃകാ വ്യക്തിത്വങ്ങളായി പ്രവർത്തിച്ച പ്രവാചകന്മാർ, അതുപോലെ പ്രവാചകന്മാരുടെ ശിക്ഷണം ലഭിച്ചുകൊണ്ട് വളർന്നു വന്ന സഹാബികൾ, അവരൊക്കെ ഈ രംഗത്ത് മാതൃക കാണിച്ചവരായി നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ പ്രവാചകന്മാരുടെയും ജീവിതത്തിലുള്ള ഓരോ സംഭവങ്ങളും എടുത്ത് പരാമർശിക്കുക എന്നുള്ളത് ചിലപ്പോൾ സമയത്തിന്റെ കുറവ് അനുഭവപ്പെടും. എങ്കിലും നമുക്ക് അവധാനത അല്ലെങ്കിൽ സാവകാശം അത്യാവശ്യമായി തോന്നിയ ഒരു രംഗം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് യൂസുഫ് അലൈഹിസ്സലാം. നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയാണ്, ചരിത്രമാണ്. അതായത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ 12 മക്കളിൽ 11ാമത്തെ കുട്ടിയാണ് യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹം സുന്ദരനാണ്, ഇളയ കുട്ടിയാണ്. സ്വാഭാവികവും പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം ആ മകനോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും കണ്ടപ്പോൾ അസൂയ പൂണ്ട മൂത്ത 10 മക്കൾ അദ്ദേഹത്തെ അപകടപ്പെടുത്തുകയാണ്. കഥ ദീർഘമായ കഥയാണ്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അവസാനം അദ്ദേഹം എത്തുന്നത് ഈജിപ്തിലെ രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് എത്തുന്നത്. അവിടെ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ ആകർഷണയായ രാജാവിന്റെ ഭാര്യ പത്നി ചില അവിവേകങ്ങൾ കാണിക്കുകയും അത് നാടിലാകെ പാട്ടാവുകയും ചെയ്തപ്പോൾ ആ രാജാവിന്റെ ഭാര്യ രാജപത്നി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഒരു സദ്യ ഒരുക്കുകയാണ്. അവിടെ സ്ത്രീകളെല്ലാം വിളിച്ചുകൂട്ടി അവരുടെ കയ്യിൽ ഒരു ആപ്പിളും ഒരു കത്തിയും കൊടുത്തിട്ട് ഇങ്ങനെ സൽക്കരിച്ചിരുത്തി അവിടെ യൂസുഫ് അലൈഹിസ്സലാമിനെ അവർ മുമ്പിലൂടെ നടന്നു പോകാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ആ നടന്നു പോകുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ അത്ഭുതപ്പെട്ട സ്ത്രീകൾ അവസരം മറന്ന് കത്തി കൊണ്ട് കൈമുറിക്കുകയാണ്. എന്നിട്ട് ആ പത്നി വന്ന് പറയുകയാണ്, ഇവിടെ ഞാനാണോ കുറ്റക്കാരൻ, ഞാൻ നിരപരാധിയാണോ, കുറ്റക്കാരനാണോ എന്ന് പറഞ്ഞ് അവസാനം കുറ്റക്കാരൻ യൂസുഫ് അലൈഹിസ്സലാമാണെന്ന് വിധി പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാമിനെ ജയിലടക്കുകയാണ് ചെയ്യുന്നത്. ആ ജയിൽ വെച്ച് 2 തടവ് പുള്ളികൾ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന് കൃത്യമായി യൂസുഫ് അലൈഹിസ്സലാം വ്യാഖ്യാനം നൽകുകയും തുടർച്ചയായിട്ട്, ഞാൻ കഥ ഷോർട്ടാക്കി പോവുകയാണ്, തുടർച്ചയായിട്ട് രാജാവ് കണ്ട സ്വപ്ന ദർശനത്തിന് വേണ്ടി വ്യാഖ്യാനം തേടുമ്പോൾ ഇവർ രാജാവിനോട് യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് വിവരം അറിയിക്കുകയും അങ്ങനെ രാജാവ് യൂസുഫ് അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തെ ജയിലിന് വിളിപ്പിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ കിട്ടിയ ചാൻസ് ആണല്ലോ, ജയിൽ മോചിതനാവാൻ കിട്ടിയ ചാൻസ് ആണല്ലോ എന്ന് കരുതി യൂസുഫ് അലൈഹിസ്സലാം ജയിൽ മോചനം ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഒരു കുറ്റമുണ്ട്. ആ കുറ്റത്തിൽ എന്ത് പറയണം, വിധി പറയണം, എന്നിട്ട് നമുക്ക് ജയിൽ മോചിതനാവാം എന്നാണ് യൂസുഫ് അലൈഹിസ്സലാം എടുത്ത തീരുമാനം. യൂസുഫ് അലൈഹിസ്സലാം രാജാവിന്റെ ദൂതനോട് പറഞ്ഞു നീ നിന്റെ റബ്ബിന്റെ അടുക്കലേക്ക്, റബ്ബ് മീൻസ് നിന്റെ യജമാന്റെ അടുക്കലേക്ക്, രാജാവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെന്നിട്ട് നീ അവരോട് ചോദിക്കണം, മാ ബാലു നിസ്വത്തിലെത്തി തങ്ങളുടെ കൈകൾ മുറിച്ച ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവിടെ അവർ കൈകൾ മുറിച്ചപ്പോൾ ഞാനൊരു കുറ്റക്കാരനായി മുദ്ര കുത്തപ്പെട്ടില്ലേ? അതിന് യഥാർത്ഥ നിർവചനം, അതിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? ഇവിടെ ആരാണ് കുറ്റക്കാരൻ? ഞാനാണോ, രാജാവിന്റെ ഭാര്യയാണോ കുറ്റക്കാരൻ എന്നുള്ള അവരോട് സ്വീകരിച്ചൊരു അവർ
വിവേകവും ക്ഷമയുമാണ്. നിന്റെ സ്വഭാവത്തിൽ 2 ഗുണങ്ങൾ എന്ന് പറയുകയുണ്ടായി. തീർച്ചയായും ഈ അവധാനത, ഈ ക്ഷമ ഏതൊരു കാര്യത്തെയോടും ക്ഷമയോടുകൂടി അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ സമീപിക്കുക എന്നുള്ള ഈ സ്വഭാവം സത്യവിശ്വാസികളായ നമ്മുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ആ സ്വഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ആയുഷ്കാലം മുഴുക്കെ ഉള്ള ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലും പ്രകടമാകണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഈ ഖുതുബയിലൂടെ ഉണർത്തുവാനും വസിയത്ത് ചെയ്യുവാനുമുള്ളത്. എന്നാലും സ്വാഭാവികമായി മനുഷ്യർക്കിടയിൽ ഈ വിഷയത്തിൽ അക്ഷമത കാണിക്കുന്ന, അവധാനത നഷ്ടപ്പെടുന്ന ഏതാനും ചില രംഗങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥനയുടെ വിഷയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇസ്ലാം പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളൊക്കെ പറഞ്ഞു. എന്താണ്? ഹംദും സലാത്തൊക്കെ ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ആ തരത്തിലുള്ള മര്യാദകളൊന്നും പാലിക്കാറില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. നമുക്ക് നോക്കാം, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സത്യവിശ്വാസികളുടെ ഏത് പ്രാർത്ഥന എടുത്തു നോക്കിയാലും അത് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുമുള്ള പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും സിമ്പിളായ ചെറിയൊരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥനയുടെ വശം ഏതേ ഉള്ളൂ? ഫഖിനാ അദാബന്നാർ. അതേ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ളൂ. റബ്ബന, ഞങ്ങളുടെ നാഥ, മാ ഖലഖ്ത ഹാദാ ബാതില, നീ ഈ പ്രപഞ്ചത്തെ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. റബ്ബന, ഒരു വിളിച്ചു അള്ളാഹുവിനെ, ഞങ്ങളുടെ നാഥ എന്ന് വിളിച്ചു. അത് അള്ളാഹുവിന്റെ പേര് വിളിച്ചുകൊണ്ടുള്ള തവസ്സുലാണ്. മാ ഖലഖ്ത ഹാദാ ബാതില, നീ പ്രപഞ്ചത്തെ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല, അർത്ഥപൂർണമായും സൃഷ്ടിച്ചതാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് തവസ്സുലാക്കി. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ സ്തുതികീർത്തനങ്ങൾ വീണ്ടും പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് നാം പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഫഖിനാ അദാബന്നാർ, നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും മോചിപ്പിക്കണമേ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തണമേ എന്ന്. ഏതേത് പ്രാർത്ഥന എടുത്തു നോക്കിക്കോ. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ഈ പ്രാർത്ഥനയിൽ പകുതിക്കുള്ളേ പ്രാർത്ഥനയുള്ളൂ. റബ്ബനാ ഇന്നനാ ആമന്നാ, റബ്ബേ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ ദുനൂബനാ, അതുകൊണ്ട് നീ ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണമേ. ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ തിന്മകൾ ഞങ്ങൾക്ക് മായ്ച്ചു തരണമേ. വതവഫനാ മഅൽ അബ്റാർ, ഞങ്ങളെ നല്ലവരോടൊപ്പം മരിപ്പിക്കുകയും ചെയ്യണം. ഇത് 3-ാം പ്രാർത്ഥന. അതിനു മുമ്പ് എത്ര വാചകങ്ങൾ കഴിഞ്ഞു? റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ഫആമന്നാ, നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പ്രബോധനം ചെയ്യുന്ന ആ പ്രബോധകരുടെ വാക്കുകൾ ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രാർത്ഥനയുടെ മര്യാദയായിട്ട് ഇങ്ങനെ ചില മര്യാദകളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരിക്കൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി അനുചരൻ ഈ തരത്തിലുള്ള മര്യാദകളൊന്നും പാലിക്കാതെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അജ്ജൽത അയ്യുഹൽ മുസല്ലി, പ്രാർത്ഥിക്കുന്നവനെ നീ ധൃതി കാട്ടുകയാണ് ചെയ്യുന്നത്, നീ പ്രാർത്ഥനയിൽ ധൃതി കാട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ തിരുത്തുകയാണ് പ്രവാചകൻ ചെയ്തത്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ഹംദുകളൊക്കെ പ്രകീർത്തിച്ചുകൊണ്ടും നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ
പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ച് മടുത്തു, ഞാൻ നിർത്തിയന്. പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വിശ്വാസി സഹോദരൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും വിശ്വാസികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വിശ്വാസം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ധൃതി കാണിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു 3 തരത്തിൽ ഉത്തരം നൽകുമെന്നാണ് വിശ്വാസം പഠിപ്പിച്ചത്. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചത് അങ്ങനെ ഉടനടി തരും. പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അതിന് ഉത്തരം തരും. എന്താണ് നമ്മൾ ചോദിച്ചത് തരും. 2, നമ്മുടെ പ്രാർത്ഥന ദീർഘിപ്പിക്കുന്നതിലൂടെ അള്ളാഹു തആല നമ്മുടെ ഒരു മുസീബത്ത്, നമുക്ക് വരാനിരിക്കുന്ന ഒരു മുസീബത്തിനെ അള്ളാഹു തട്ടി നീക്കും. നമ്മുടെയൊക്കെ 4-ാം മാസം നമുക്ക് 120 ദിവസം, നമ്മുടെ ഭ്രൂണത്തിന് 120 ദിവസം പ്രായമെത്തിയപ്പോൾ മലക്ക് വന്ന് ഗർഭപാത്രത്തിൽ നമ്മൾ റൂഹ് ഊതുമ്പോൾ നമ്മളെ കുറിച്ച് അള്ളാഹു ലൗഹുൽ മഹ്ഫൂസ് രേഖപ്പെടുത്തിയ തലയിലെഴുത്തുണ്ടല്ലോ, ആ തലയിലെഴുത്ത് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ മിമ്പറയിലുള്ള ഞാൻ എങ്ങനെ മരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ മുമ്പിലുള്ള നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ മരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മൾ മുസ്ലിമായി മരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമുക്ക് നാളെ പരലോകത്ത് പ്രയോജനം ചെയ്യുകയുള്ളൂ. അത് അടിസ്ഥാനപരമായ ഒരു ആശയമാണ്. മുസ്ലിം അല്ലാതെ മരിച്ചു പോയാൽ നമ്മളൊരു കർമ്മവും നമുക്ക് പ്രയോജനം ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് നാളെ വരാൻ പോകുന്ന ഏതെങ്കിലും തരം മുസീബത്തുകളോ പ്രയാസങ്ങളോ ദൗർഭാഗ്യങ്ങളോ നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ നാം നിരന്തരം എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം മുസ്ലിമായി മരിക്കാൻ. മുസ്ലിമായി മരിപ്പിക്കണമേ എന്നും പുണ്യവാളന്മാരുടെ കൂടെ മരിപ്പിക്കണമെന്നും നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ തെറ്റായ വിധിയെ തടയുന്ന ഏക ആയുധം. നമുക്ക് നേരെ അള്ളാഹു വല്ല തെറ്റായ വിധിയും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വിധിയെ തിരുത്തുന്ന ഏക ആയുധം നമ്മുടെ പ്രാർത്ഥന മാത്രമാണ്. അപ്പോൾ വിശ്വാസപരമാണ്, പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു മുസീബത്തിനെ അള്ളാഹു തട്ടിമാറ്റും. 3-ാമത്തെ രംഗം, ആ മനുഷ്യൻ മരിക്കുവോളം പ്രാർത്ഥിക്കും. ചിലപ്പോൾ അള്ളാഹു ആ രോഗത്തോടു കൂടി അദ്ദേഹത്തിന് മരണം നിശ്ചയിച്ചിട്ടുണ്ടാവാം. മരിക്കുന്നത് വരെ പ്രാർത്ഥിക്കും. ഓരോ പ്രാർത്ഥനയും ചെയ്യുമ്പോൾ ഓരോ നന്മകൾ രേഖപ്പെടുത്തുകയും ഓരോ തിന്മകൾ മായ്ച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവൻ പരിശുദ്ധനായിക്കൊണ്ട് ശുദ്ധമനസ്കനായിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് സമ്പാദിച്ചവനായിക്കൊണ്ട് അവൻ മരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരിക്കലും ധൃതി കാട്ടരുത്. പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം ഒരിക്കലും ആ ഹദീസ് പറഞ്ഞു. അവൻ പറയും എന്ത്? ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നൊരു വികാരം സത്യവിശ്വാസികൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. അത് പ്രാർത്ഥനയെ ധൃതി കാട്ടലാണ്. ഇനി മറ്റൊരു കാര്യം, ധൃതി കാട്ടുന്ന വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ചില വിഷയങ്ങളൊക്കെ മധ്യസ്ഥന്മാരായിട്ടും മറ്റ് വിധികർത്താക്കളായിട്ടൊക്കെ ഇടപെടാറുണ്ട്. നമ്മൾ സാമൂഹ്യ ജീവികളാണ്, സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിലെ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാറുണ്ട്, പല പ്രശ്നങ്ങളും കേൾക്കാറുണ്ട്, മധ്യസ്ഥം വഹിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവധാനത കൈക്കൊള്ളണം. ഒരിക്കലും ധൃതി കാട്ടരുത്. ഒരിക്കലും ഒരു സ്വാധീനവും ഒരു ചുറ്റുപാടുകളും യാഥാർത്ഥ്യമല്ലാതെ മറ്റൊരു സ്വാധീനവും നമ്മുടെ പ്രവർത്തനത്തിൽ കാണുവാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഹദീസ്
ഖസ്മാനി, രണ്ട് തർക്കിക്കുന്ന ആൾക്കാർ, തർക്കിക്കുന്ന രണ്ട് കക്ഷികൾ നിന്റെ മുമ്പിൽ ഇരുന്നാൽ ഫലാ തഖ്ലയന്ന ഹത്താ തസ്മാ മിനൽ ആഖർ, രണ്ടാമത്തെ പാർട്ടിയുടെയും വാദം കേൾക്കുന്നത് വരെ നീ ഒരു കാര്യവും വിധിയായി പറയരുത്. രണ്ട് കക്ഷികൾ ഇരുന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ കക്ഷിയുടെ വർത്തമാനവും കൂടി കേട്ട ശേഷം മാത്രമേ വിധിയുടെ പരാമർശമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പാടുള്ളൂ. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഒരാളിങ്ങനെ ഭംഗിയായിട്ട് ചൊങ്കായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ ശരിയാ, ഇങ്ങനെ പറഞ്ഞ പോലെയാണെങ്കിൽ ഓന്റെ ഭാഗത്ത് ഞാൻ തെറ്റുകയല്ലേ എന്നൊക്കെ പറയും. പറയരുത്, ഓന്റെ ഭാഗം കൂടി കേൾക്കണം. ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യും? ശരിയാണ്, ഞാൻ പറഞ്ഞത് മൂപ്പർക്ക് സ്വാധീനിച്ചെന്നും മനസ്സിലാക്കിയെന്നും മനസ്സിലാക്കും. അവസാനം വിധി എതിരായി വരുമ്പോഴോ നിങ്ങൾ എന്റെ വസ്തുത മുഴുവൻ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ മറ്റു ചില സ്വാധീനങ്ങൾക്ക് വാങ്ങി മറുപുറം വിധി പറഞ്ഞതാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ വ്യക്തിയുടെ വാദങ്ങൾ കേൾക്കുന്നത് വരെ ഈ വിഷയത്തിൽ നീ ഒരക്ഷരം ഉരിയാടരുത്. കമാ സമിഅത മിനൽ അവ്വൽ, ഒന്നാമത്തെ കക്ഷിയിൽ നിന്നും കേട്ടതുപോലെ സവിസ്തരം രണ്ടാമത്തെ കക്ഷിയുടെ വാദവും കേൾക്കണം. ഫഇന്നഹു അഹ്റാ അൻ യതബയ്യന ലക്കൽ ഖദാ, തീർച്ചയായും ആ ഒരു സമീപനമായിരിക്കും നിനക്ക് വിധി തെളിഞ്ഞു വരാൻ, വിധി ബോധ്യപ്പെട്ടു വരാൻ ഏറ്റവും അവകാശപ്പെട്ടത് എന്ന് പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ നാം ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യണം? അവധാനത നാം സ്വീകരിക്കണം. മൂന്നാമത്, എന്തെങ്കിലും വർത്തമാനങ്ങൾ വാർത്തകൾ കിട്ടുമ്പോൾ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ ഓടരുത്. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. കാള പെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കരുത് എന്നുള്ള ചൊല്ല് മലയാളത്തിൽ വന്നതെന്തുകൊണ്ടാണ്? മനുഷ്യരായ നമ്മൾ കാര്യങ്ങൾ വിവച്ഛേദിക്കാതെ, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ, ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മലയാളത്തിൽ കാള പെറ്റാൽ കയറെടുക്കരുത് എന്ന് പറഞ്ഞത്. കാള പ്രസവിക്കുകയില്ലല്ലോ. ആ ഒരു ചിന്ത പോലും പലപ്പോഴും മനുഷ്യരായ നമുക്ക് വരാറില്ല. വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള സമീപനം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സമീപനമാണ്. ആരെങ്കിലും വല്ല വാർത്തയും നമ്മളോട് എത്തിച്ചു കഴിഞ്ഞാൽ ആ കേട്ട പാതി കേൾക്കാത്ത പാതി പ്രതികരിക്കാൻ പാടില്ല. മറ്റൊരു വ്യക്തിയുടെ പോരായ്മകളോ വീഴ്ചകളോ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് വന്ന തെറ്റുകളോ എന്ത് തന്നെ വന്നാലും ശരി, നീ അയാളെ പോയി ഉപദേശിച്ചോ? ഇല്ലല്ലോ. ഈ വർത്തമാനം അയാളടുത്ത് പോയി പറ. നീ ആരടുത്താണോ തെറ്റ് കണ്ടത് അയാളെ പോയി തിരുത്തു. എനിക്കും നിനക്കും ഇസ്ലാം നൽകുന്ന അധ്യാപനവും എനിക്കും നിനക്കും മേൽ ഇസ്ലാം നിശ്ചയിച്ച മര്യാദയും മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി ഔ ഫമൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫമൻ ലം യസ്തതി' ഫഖൽബിഹി എന്നാണ്. തെറ്റ് കണ്ടാൽ ആ തെറ്റ് ചെയ്യുന്നവനെ പോയി തിരുത്തുക. കൈകൊണ്ട് തിരുത്താൻ, തട്ടി മാറ്റാൻ, പിടിച്ചു മാറ്റാൻ കഴിയോ? പിടിച്ചു മാറ്റുക. അവനെ തെറ്റിന്നും പിടിച്ചു മാറ്റുക. അതിന് അവൻ സമ്മതിക്കുന്നില്ലെങ്കിലോ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലോ നാവ് കൊണ്ട് ഉപദേശിക്കുക. അതവൻ കേൾക്കുന്നില്ലെങ്കിലോ അത് പറയാനുള്ള അവസരം ലഭിക്കുന്നില്ലെങ്കിലോ ആ തെറ്റിയെ മനസ്സുകൊണ്ട് വെറുക്കുക. അത്ര പോലും മറ്റൊരു മൂന്നാമതൊരു പാർട്ടിയോട് പറയാൻ ഇസ്ലാം അനുവാദം തരുന്നില്ല. ഇസ്ലാം അനുവാദം തരുന്നില്ല. അതിനെ ഇസ്ലാം പറഞ്ഞത് അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു എന്നാണ് സൂറത്ത് ഹുജറാത്തിലൂടെ അല്ലാഹു പറഞ്ഞത്. മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല, നിങ്ങളത് വെറുക്കും. അതുപോലെ നിങ്ങൾ വെറുക്കണം. നിങ്ങൾ സഹോദരന്റെ പോരായ്മകളും സഹോദരന്റെ വീഴ്ചകളും സഹോദരന്റെ ഭാഗത്തുള്ള തെറ്റുകളും മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് മരിച്ച സഹോദരന്റെ മാംസം തിന്നാൻ വെറുക്കുന്നത് പോലെ നിങ്ങൾ വെറുക്കണം. അതുപോലെ നിങ്ങൾ വെറുക്കണം. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതിയിൽ ഒരു വർത്തമാനത്തോടും പ്രതികരിക്കരുത്. ഇനി ചിലപ്പോൾ ചില വർത്തമാനങ്ങൾ, കേട്ട വർത്തമാനങ്ങൾ നമ്മൾ ഇടപെടേണ്ട കാര്യമുണ്ടാകും. ഉദാഹരണത്തിന് എന്റെ അച്ഛനോ
വ്യക്തമായി വന്നാൽ ഫാസിയായ വ്യക്തി പറഞ്ഞാൽ കുറ്റാവുള്ളൂ, അല്ലെങ്കിൽ ഈ മര്യാദ പാലിക്കേണ്ടുള്ളൂ. 5 പറഞ്ഞാൽ ഈ മര്യാദ പാലിക്കേണ്ട അർത്ഥം വെക്കുവോ? ഇതേ സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞു, ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ കുത്തുവാക്കുകൾ പറയുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഈമാൻ എന്ന പേരിന് ശേഷം അള്ളാഹു നിങ്ങളെ ഫാസിഖ് എന്ന പേര് വിളിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇതാണ് നിങ്ങൾ വിശ്വാസി എന്ന പേര് വിളിച്ചതിന് ശേഷം നിങ്ങളെ അള്ളാഹു ഫാസിഖ് എന്ന പേര് വിളിക്കുന്നത് ഈമാനിന് ശേഷം ഫുസൂഖ് എന്നുള്ള പേര് എത്ര ചീത്തയായ പേരാണ്. അത് പറഞ്ഞ ആരെ കുറിച്ചാ? ആ വാചകത്തെ തൊട്ടു മുമ്പ് പറഞ്ഞ എന്തിനെ കുറിച്ചാ? നിങ്ങൾ സഹോദരനെ കുത്തുവാക്ക് പറയരുത്, കുറവാക്കി സംസാരിക്കരുത്, നിങ്ങൾ പരസ്പരം പരിഹസിച്ചു സംസാരിക്കരുത് എന്നിത്യാദി മര്യാദകൾ പറഞ്ഞ ശേഷമാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങളൊക്കെ വിളിക്കേണ്ടത് മുഅ്മിനീങ്ങളെ എന്നാ വിളിക്കേണ്ടത്. നമ്മളെല്ലാവരെയും അല്ലാഹു വിളിക്കേണ്ടത് മുഅ്മിനീങ്ങളെ എന്നാ വിളിക്കേണ്ടത്. നമ്മൾ ഈ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മളെ ഫാസിഖീങ്ങളെ എന്ന് അള്ളാഹു വിളിക്കുകയാണെങ്കിൽ അത് എത്ര ചീത്തയായ പേരാണെന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഫാസിഖ് എന്ന് പറഞ്ഞാല് റോട്ടുമ്പിലൂടെ തെമ്മാടിയായി നടക്കുന്നവൻ മാത്രമല്ല കേട്ടോ, അവൻ മാത്രമല്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവനും കുറവാക്കി സംസാരിക്കുന്നവനും പരിഹസിച്ചുകൊണ്ട് നടക്കുന്നവനൊക്കെ ഫാസിഖീങ്ങൾ ഗണത്തിൽപ്പെട്ടതാണ്. അതാണ് ഇസ്ലാമിന്റെ ഭാഷ്യം. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഒരു ഫാസിക്കായ വ്യക്തി വല്ല വർത്തമാനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാ പറയാൻ കാരണം, ഒരു ജനതക്ക് അറിവില്ലായ്മ മൂലം വല്ല മുസീബത്തും ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. അള്ളാഹു പറയുകയാണ്. വലിയൊരു വിഷയമാണ്. സാധാരണ കാണുന്ന 2-3 രംഗങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതകാലത്ത് മുഴുവൻ എല്ലാ കാര്യങ്ങളിലും അവധാനതയോടുകൂടിയും വിവേകത്തോടുകൂടിയും സാവകാശത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും കാര്യങ്ങൾ കൈകാര്യം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ മുഅ്മിനൂൻ ഉസീകും വഇയ്യായ സാനിൻ ബിത്തഖ്വല്ലാഹ്. മറ്റൊന്ന്, നമ്മൾ നമസ്കാര വിഷയത്തിലാണ് ഒരു അവധാനതയും സാവകാശവും ആവശ്യമുള്ളത്. ഒരു ഹദീസ് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അൻ അബീ ഖത്താദ റളിയല്ലാഹു അൻഹു ഖാൽ ബൈനമാ നഹ്നു നുസല്ലി മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ ഇബ്സാസ്മിന്റെ കൂടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സമിയ ജൽബത്തുർ റിജാൽ, ഇബ്സാസ്മിന്റെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ചില ബഹളങ്ങൾ കേട്ടു. ഫലമ്മാ സല്ല, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ശേഷം ഖാലൻ ചോദിച്ചു, മാ ശഅനുക്കും, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഖാലു, അവർ പറഞ്ഞു, ഇസ്തഅജൽനാ ഇല സ്വലാത്ത്, ഒന്നുമില്ല, ഞങ്ങൾ നിസ്കാരത്തിലേക്ക് ധൃതി പിടിച്ചു വന്നതാണ്. പെട്ടെന്ന് മുതുകൊടുത്ത് ഒച്ചപ്പാടാക്കി കയറി നിസ്കാരത്തിലേക്ക് ധൃതി പിടിച്ചു വന്നതാണ്, വേറൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഫലാ തഫ്അലു, അങ്ങനെ പ്രവർത്തിക്കരുത്. ഇദാ അതൈതുമുസ് സലാത്ത, നിങ്ങൾ നമസ്കാരത്തിലേക്ക് എത്തിയാൽ ഫഅലൈക്കും ബിസ്സക്കീന, നിങ്ങൾ എന്ത് ചെയ്യണം? സമാധാനത്തോടു കൂടി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ഫമാ അദ്റക്തും ഫസല്ലു, ഇമാമിന്റെ കൂടെ എത്ര റക്അത്താണോ കിട്ടിയത് അത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക. വമാ ഫാതകും ഫാത്തിമു, ഇമാമിന്റെ കൂടെ കിട്ടാത്ത നഷ്ടപ്പെട്ടു പോയ റക്അത്ത് പിന്നീട് പൂർത്തിയാക്കുക. അത്ര പോലും ധൃതി പിടിച്ച് വുദു എടുക്കുക, അല്ലെങ്കിൽ ചാടി പിടിച്ച് വരിക, ഒരു ധൃതി ഉണ്ടല്ലോ. ഇസ്തഅജൽനാ ലിസ്സലാത്ത്, നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ധൃതി കാട്ടി എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഈ മത്സ്യം കാട്ടണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം?
സാവകാശത്തോടു കൂടി അടക്കത്തോടു കൂടി വരണം. മറ്റൊരു ഹദീസ് ശ്രദ്ധയിൽപ്പെടുന്ന ാണ്. അപ്പൊ കേറിയ പാട് കെട്ടി എങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞു. വിശ്വാസം പറഞ്ഞു, സാദക്കല്ലാഹു ഹിർസ, നിന്റെ ആഗ്രഹം അല്ല എനിക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. വിശ്വാസമിലൂടെ ഓരോ റക്കാത്തും കിട്ടാൻ, ഒരു റക്കാത്ത് അധികം കിട്ടാൻ വേണ്ടി നീ കാണിച്ച ഉത്സാഹം ഉണ്ടല്ലോ, അത് അള്ളാഹ് വർദ്ധിപ്പിച്ചു തരട്ടെ. ഫലാ തഉദ്, ഇനി ആവർത്തിക്കരുത്. അപ്പൊ ഇവിടെ ആവർത്തിക്കരുത് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ആവർത്തിക്കരുത് എന്ന് പറയുന്നത് അദ്ദേഹം ധൃതി കാണിച്ചതിനെ കുറിച്ചാണ്. സഫിലേക്ക് സമാധാനത്തോടു കൂടി സഫിലേക്ക് എത്തി കൈകെട്ടി തക്ബീർ ഇഹ്റാം ചൊല്ലി കൈകെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? സഫിന്റെ പുറത്തു നിന്ന് തന്നെ കൈകെട്ടി ഫദബ്ബറാക്കിയൻ റുക്കൂ ചെയ്തുകൊണ്ട് നടന്നു വന്നു. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞത് സഫിന്റെ പുറത്തുനിന്ന് നിസ്കാരത്തിലേക്ക് കയറാം, പക്ഷെ അദ്ദേഹം സ്പീഡിൽ നടന്നു വന്നുകൊണ്ടാണ് നബി തിരുത്തിയത് കാണും. ഷെയ്ഖ് ഇബ്നു ബാസും ഉസൈമിയും പറഞ്ഞത് അതല്ല, സഫിന്റെ പുറത്തുനിന്ന് കെട്ടിയാണ്. എന്തായിരുന്നാലും നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാം, സഫിലേക്ക് സമാധാനത്തോടു കൂടി വന്നിട്ട് നമ്മൾ നേരത്തെ വായിച്ച ഹദീസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് വായിക്കാം. സഫിലേക്ക് സമാധാനമായി വന്ന് തക്ബീർ ഇഹ്റാം കെട്ടി നിസ്കാരത്തേക്ക് പ്രവേശിക്കാം. നിങ്ങൾ തെറ്റിദ്ധാരണ തിരുത്തുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദ്യകാലത്ത് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. റുക്കൂയിൽ ഇമാമിന്റെ കൂടെ തുറന്നാൽ റക്കായത്ത് കിട്ടൂല എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അത് തെറ്റായ ധാരണയാണ് കേട്ടോ. ഇമാമിന്റെ കൂടെ റുക്കൂയിലേക്ക് പ്രവേശിച്ചാൽ റക്കായത്ത് കിട്ടും. അത് ആദ്യകാലത്ത് നമ്മളെ പണ്ഡിതന്മാരൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? ഫാത്തിഹ ഇല്ലാത്തവന് റക്കായത്തില്ല എന്നുള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഫാത്തിഹ കിട്ടിയിട്ടില്ലെങ്കിൽ റക്കായത്ത് കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. അതൊരു വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു എക്സാമ്പിൾ വേണം, ഒന്നും കൂടി പറയാം. നമ്മൾ ഇമാമിന്റെ കൂടെ കൈകെട്ടി, അപ്പൊ ഇമാമ് എന്താണ് ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ഓതിയിട്ട് റുക്കൂയിലേക്ക് പോവുകയാണ്. നമ്മൾ അപ്പോൾ അർറഹ്മാൻ റഹീം എത്തിയിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് വലല്ലാലീൻ വരെ പൂർത്തീകരിക്കണോ, അല്ലെ റുക്കൂയിലേക്ക് പോകണോ? നമ്മൾ റുക്കൂയിലേക്ക് പോകണം. നമ്മൾ അർറഹ്മാൻ റഹീമേ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനെ ചൊല്ലിയിട്ടുള്ളൂ. ഇമാം റുക്കൂയിലേക്ക് പോയി, നമ്മൾ റുക്കൂയിലേക്ക് പോകണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. കാരണം ഈ വിഷയത്തിൽ ഇത് പറയാൻ കാരണം അടിസ്ഥാന വിഷയമാണത്. എനിക്ക് ഇമാമിനെ റുക്കൂയിൽ കിട്ടി, ഞാൻ ഇമാമിനെ ആ റക്കായത്ത് പരിഗണിച്ചില്ല. 4 റക്കായത്ത് നമസ്കാരമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇമാമ് സലാം വീട്ടിട്ടാകുമ്പോൾ ഒരു റക്കാത്ത് വീണ്ടും നിസ്കരിക്കുന്നു, അല്ലേ? അപ്പൊ എന്താ? ഇസ്ലാമിന്റെ ഭാഷ 5 റക്കായത്തായി മാറി. ഇസ്ലാമിന്റെ ഭാഷയിൽ നബ്സാസ് പഠിപ്പിച്ച അധ്യാപനം അനുസരിച്ച് 5 റക്കായത്തായി മാറി. ഒരു റക്കായത്ത് ബോധപൂർവ്വം വർദ്ധിപ്പിച്ചാൽ നമസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവ സംശയം തീർക്കുന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വിഷയം ബോധപൂർവം ഈ ഖുത്ബയിൽ ചേർത്ത് പറഞ്ഞത്. ഒരു കാരണവശാലും ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റക്കായത്ത് നാം എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും നമസ്കരിക്കാൻ പാടില്ല. നമുക്ക് ആ റക്കായത്ത് കിട്ടി എന്ന് മനസ്സിലാക്കണം. അവ്യക്തതയുള്ളവർ പഠിക്കുക. ഇനി എന്നോട് തന്നെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം? ആ വിഷയ സംശയ നിവാരണങ്ങൾ നടത്തിത്തരാം. എല്ലാം ഖുത്ബയിൽ നടക്കില്ലല്ലോ. ഇത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് തീർച്ചയായും എല്ലാ വിഷയത്തിലും അജലത്ത് ഒഴിവാക്കിക്കൊണ്ട് അവധാനതയോടും ക്ഷമയോടുകൂടിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും ആശയാദർശങ്ങൾ ഓരോന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മാതൃകാ വിശ്വാസിയായി ജീവിച്ച് മരിച്ചു പോവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു രോഗക്ഷമം പ്രദാനം ചെയ്യുമാറാവട്ടെ.
വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ക്ഷമയും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പരിഹാരവും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار.